നമസ്കാരം. നമസ്കാരം. ഈ ചിരിയാണ് ആൾക്കാർക്ക് ദേഷ്യം വന്നത്. എന്ത് ചോദിച്ചാലും ഒരു ചിരിയുണ്ട്, അഹങ്കാരം എന്ന് പറഞ്ഞ ചിരി എന്ന് പറയുന്നത്. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് നാളെ ബിരിയാണി പോരാ എന്ന് എൻ്റെ മുഖത്ത് നോക്കി എത്രയോ തവണ എനിക്ക് തന്നെ ഓർക്കാൻ പറ്റുന്നൊരു 10-15 ഇൻസിഡൻസ് ഉണ്ട്. നമ്മുടെ ഒരു ഷവർമ്മ കേസ് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 50 രൂപയുടെ ഷവർമ്മ എവിടുന്നോ മേടിച്ചിട്ട് ആ ഷവർമ്മയ്ക്ക് 50 രൂപ എന്ന് ഉറപ്പുണ്ടോ? താങ്കളല്ലേ പറഞ്ഞത് വീഡിയോയിൽ? ഞാൻ വീഡിയോയിൽ 50 രൂപ എന്ന് പറഞ്ഞു. 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നല്ല 50 രൂപ തന്നെയല്ലേ പറഞ്ഞു. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 രൂപയുടെ ഷവർമ്മ കിട്ടില്ലോ, സൂപ്പർ. 100 രൂപ കൂടുതൽ കൊടുത്ത് 150 രൂപയ്ക്കും 180 രൂപയ്ക്ക് ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ. ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബില്ല് ചെയ്തു. ആദ്യം ബില്ല് ചെയ്തിട്ട് അതിനുശേഷം ഏത് റീൽ ആര് ചെയ്തു? താങ്കൾ ചെയ്തേക്കുന്ന റീല് ആ റീലിൻ്റെ ഉണ്ട്. ആ റീലൊന്ന് അയച്ചെന്ന് ഞാൻ അയച്ചു. സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഏതോ പരാന്ന ജീവി എൻ്റെ ഏതോ വീഡിയോ എന്തോ ചുരണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുത്തിക്കയറ്റി എന്തോ ചെയ്തതാണ്. നിങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. KFCയിൽ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരാൻ ആളുണ്ടോ? ഇല്ല, നമ്മൾ തന്നെ പോയി. അതാണ് സെൽഫ് സർവീസ്. പക്ഷേ ഈ സർവീസിന് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മക്ഡൊണാൾഡ്സും KFC അല്ല, ഒറിജിനൽ US-ലെ മക്ഡൊണാൾഡ്സും KFC. ഇത് എങ്ങോട്ടൊക്കെ പോണേ? ഞാൻ ഇവിടെ ഇരുന്നോണ്ടല്ലേ ചോദിക്കുന്നത്. കോമഡി എന്താണെന്നറിയോ? ഈ ആൾക്കാരെ ആരെയും എനിക്കറിയാൻ പാടില്ലെന്നേ. പല പ്രമുഖരും വന്ന് പ്രമുഖരായിട്ടുള്ള മറ്റേ യൂട്യൂബേഴ്സ് വരെ വന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇവരെ ആരെയും എനിക്കറിയാൻ പാടില്ല. ആൾക്കായിട്ടാണ് ഞങ്ങൾ കറികളും എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ചില കസ്റ്റമേഴ്സ് ചോദിക്കും ഞങ്ങൾ അവിടെ വന്നിട്ട് 1 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടല്ലോ. ശരിയാണ്, ഭീകര തിരക്കാണ്. ഞാൻ എന്ത് ചെയ്യുന്നു തുടങ്ങിയിട്ട് 7 കൊല്ലമായി. 7 കൊല്ലത്തിനിടയിൽ ലോകം എത്ര മാറി. ഓക്കെ, ഇപ്പോഴാണ് ക്ലിയർ ആയത് കാര്യങ്ങൾ. ആങ്കർ പറഞ്ഞ പോലെ തന്നെ ഇയാളുടെ ഒരു ചിരിയുണ്ട്, കൊലച്ചിരി, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആക്കുന്ന ഒരു ചിരി, ഒരു പുച്ഛഭാവം. പുള്ളിയാണ്ട് വലിയൊരു ഉന്നത കുലജാതൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ടൊന്നും ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. ഇപ്പം ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ തിരിച്ചു വരണ്ടേ? ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫുഡ് മുഴുവൻ ചിലവായി പോകണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകത്തില്ല. 7 വർഷം ഒരുപാട് ആൾക്കാരെ പുള്ളി വീർപ്പ് മുട്ടിച്ച്, എന്നിപ്പം പുള്ളി അതിൻ്റെ എല്ലാം 10 ഇരട്ടി പുള്ളിക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എഴുതുന്നത് ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ ആൾക്കാർ ഒരു പക്ഷേ വരും. എന്താ പ്രശ്നം ഇവിടെ നടക്കുന്നത് നോക്കാൻ പറ്റില്ല. അതാണിപ്പോൾ വന്നുകൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പം സാധനത്തിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ മനുഷ്യൻ പിന്നെ കയറില്ല. നല്ല ഫുഡ് എവിടെ കൊടുക്കുന്നോ തീർച്ചയായിട്ടും ആൾക്കാർ വരുകയും കഴിക്കുകയും ചെയ്യും. ഈ എറണാകുളം പോലൊരു സിറ്റിയിലൊക്കെ ഇഷ്ടം പോലെ ഇതിന് നല്ല ഫുഡ് 30 രൂപ മുതൽ ഫുഡ് കിട്ടും അത്യാവശ്യം വേറെ കഴിക്കാൻ വേണ്ടി.